വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒരാൾ എന്തിനായിരിക്കും മരണത്തിന്റെ ആഴങ്ങളിലേക്ക് നടന്നെടുക്കുന്നത്? മലയാളികൾക്ക് സുപരിചിതമായ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന ബ്രാൻഡിന്റെ അമരക്കാരൻ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നും ഇതാ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കോടികളുടെ ബിസിനസ് സാമ്രാജ്യം, ആഡംബര കാറുകളുടെ വലിയ ശേഖരം, ലോകമെമ്പാടും ബന്ധങ്ങൾ, എന്നിട്ടും എന്തുകൊണ്ട്? വെറുമൊരു ആത്മഹത്യ എന്നതിലുപരി ബിസിനസ് ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ചും മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്കാണ് ഈ മരണം തുടക്കമിട്ടത്. CJ റോയിയുടെ മരണത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സാധാരണക്കാരനിൽ നിന്ന് ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള വമ്പൻ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഉടമയിലേക്കുള്ള റോയിയുടെ വളർച്ച അതിവേഗമായിരുന്നു. എന്നാൽ ആ വിജയങ്ങൾക്കിടയിൽ എപ്പോഴോ നിഴലായി സാമ്പത്തിക പ്രതിസന്ധികളും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം റിയൽ എസ്റ്റേറ്റ് മേഖലയെ തളർത്തിയപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പും വളരെയധികം സമ്മർദ്ദത്തിലായി. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകളും സാമ്പത്തിക ഇടപാടുകളിലെ തടസ്സങ്ങളും റോയിയെ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ സ്വപ്ന പദ്ധതികൾ ഓരോന്നായി പ്രതിസന്ധിയിലാകുന്നത് അദ്ദേഹം വേദനയോടെ തന്നെയാണ് കണ്ടുനിന്നത്. ബംഗളൂരുവിലെ ലളിത് അശോക് ഹോട്ടലിലാണ് ആ ദാരുണ അന്ത്യം നടന്നത്. അവിടെ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിന് മുൻപ് അദ്ദേഹം എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. തന്റെ ബിസിനസ് തകർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകളിൽ താൻ ചതിക്കപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ബിസിനസ് ലോകത്തെ സ്രാവുകൾ തന്നെ വരിഞ്ഞു മുറുക്കുന്നു എന്ന റോയിയുടെ വാക്കുകൾ കേരളത്തിലെയും കർണാടകയിലെയും ബിസിനസ് പ്രമുഖരെ ഒന്നടങ്കം ഭയപ്പെടുത്തിയിരിക്കണം. ഈ മരണം വെറും ഒരു വാർത്തയായിരുന്നില്ല, അത് ഒരു പ്രതിഷേധമായി തന്നെ മാറി. ഒരു സംരംഭകൻ നേരിടുന്ന വേട്ടയാടലുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇതേ ചൊല്ലി ഉയർന്നത്. എന്തിന് CJ റോയിയെ പോലൊരു വ്യക്തിക്ക് ഇത്ര വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു? നിയമപരമായ നൂലാമാലകളും ഉദ്യോഗസ്ഥ ഭരണക്രമങ്ങളും ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ തകർക്കുന്നു എന്നതിനെക്കുറിച്ച് ചർച്ചകൾ അതിസജീവമായി.